നമുക്കിന്ന് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ സർക്യൂട്ടിനെ കുറിച്ച് നോക്കാം. നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡിങ് ബാക്ക് ഔട്ട്പുട്ട് ഈസ് ഫീഡിങ് ടു ദി ഇൻപുട്ട്. അത്ര ചുരുക്കി നമുക്ക് പറയേണ്ടതുള്ളൂ. അതിന് എന്തുകൊണ്ട് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആംപ്ലിഫയറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആംപ്ലിഫൈ ദി ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻപുട്ട് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യുന്നതോടുകൂടി ഇൻപുട്ടിൽ വരുന്ന നോയ്സുകൾ, ബാക്ക്ഗ്രൗണ്ട് നോയ്സുകൾ, ഇതെല്ലാം അതിൽ കൂടെ ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓഡിയോ ഹലോ എന്ന് പറയുന്ന ഒരു ഓഡിയോ സിഗ്നലിനേക്കാളും കൂടുതലായിട്ട് നോയ്സ് വരുന്നുണ്ടെങ്കിൽ ആ നോയ്സും കൂടി അതിൻ്റെ കൂടെ ആംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിചാരിച്ചിരുന്നത് അതായിരിക്കില്ല നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ആംപ്ലിഫയർ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ച് കളക്ടർ കറണ്ട് എല്ലാം വേരി ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ അതിനനുസരിച്ചെല്ലാം സിഗ്നലിൽ വേരിയേഷൻസ് വരും. അപ്പോൾ അതെല്ലാം ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഫീഡ്ബാക്ക് സർക്യൂട്ട് കണക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ദർ ഈസ് എ സ്ട്രോങ് ടെൻഡൻസി ഇൻ ആംപ്ലിഫയേഴ്സ് ടു ഇൻട്രൊഡ്യൂസ് ഹം ഡ്യൂ ടു സഡൻ ടെമ്പറേച്ചർ ചേഞ്ചസ് ഓർ stray electric and magnetic fields. Then noise level in amplifiers can be reduced considerably by the use of negative feedback. Negative feedback എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is by injecting a fraction of output in phase opposition to the input signal. അപ്പോൾ ഫീഡ്ബാക്ക് എന്താണെന്ന് നോക്കാം. ഫീഡ്ബാക്ക് is the process of injecting a fraction of output energy of some device back to the input is known as feedback. അപ്പോൾ ഫീഡ്ബാക്ക് രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഇൻ ഫേസ് വിത്ത് ദി ഔട്ട്പുട്ട് സിഗ്നൽ. ഇപ്പോൾ നമ്മൾ സിഗ്നൽ കണ്ടോ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. വി ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ ആംപ്ലിഫയർ സർക്യൂട്ടിൽ കണ്ടു, ആംപ്ലിഫയറിൽ കോമൺ എമിറ്ററിൽ കണ്ടു. നമ്മൾ ഇത് മേക്സ് 180 ഫേസ് ഡിഫറൻസ്, ഔട്ട്പുട്ട് മേക്സ് 180 ഫേസ് ഡിഫറൻസ് വിത്ത് ദി ഇൻപുട്ട് വോൾട്ടേജ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് കണ്ടു 180 ഫേസ് ഡിഫറൻസ് കണ്ടു. ഈ 180 ഫേസ് ഡിഫറൻസുള്ള സിഗ്നലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് ഇൻപുട്ട് വീണ്ടും ഇഫ് ഇറ്റ് ഇൻട്രൊഡ്യൂസസ് 180 ഫേസ് ഡിഫറൻസ് 180 ഉണ്ടാവും. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന സമയത്ത് 180 180 360 എന്താണോ ഇൻപുട്ടിൽ ഉണ്ടായിരുന്നത് അതേ സിഗ്നലാണ് നമുക്ക് ഫീഡ്ബാക്ക് ചേർന്ന് കിട്ടുന്നത്. അപ്പോൾ 180, അപ്പോൾ 180 നോക്ക്, 180 ഇതേ ഒരു ഫേസ് ഡിഫറൻസ് വരുമ്പോൾ ഔട്ട്പുട്ടിൽ 180 വന്നു. ഈ 180 ഇത് ആഡ് ചെയ്യും അല്ലേ, നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ 180 സിഗ്നലിനെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഓസിലേറ്റർ സർക്യൂട്ടിലാണ്. അപ്പോൾ വെൻ ദ ഫീഡ്ബാക്ക് എനർജി വോൾട്ടേജ് ഓർ കറണ്ട് ഈസ് ഇൻ ഫേസ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ദസ് എയ്ഡ്സ് ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ സർക്യൂട്ട് നിങ്ങൾ ഓർക്കുക, ഇത് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പോസിറ്റീവ് ഫീഡ്ബാക്കോ നെഗറ്റീവ് ഫീഡ്ബാക്കോ. സർക്യൂട്ട് നോക്കുക, ആംപ്ലിഫയർ സർക്യൂട്ട്, ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഈ സർക്യൂട്ട് നല്ലോണം ഓർത്തിരിക്കുക കേട്ടോ. ബോത്ത് ആംപ്ലിഫയർ ആൻഡ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഇൻട്രൊഡ്യൂസ് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 180 degree. The result is 360 phase shift around the loop, causing the feedback voltage to be in phase with the input signal V. The positive feedback increases the gain of the amplifier and this uses in the oscillator. Oscillator എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a circuit that converts DC power into AC power. AC to DC കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ടാണ് ഓസിലേറ്റർ. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോൾ എന്തായിരിക്കും, നെഗറ്റീവ് ഇൻപുട്ട് സിഗ്നലിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. when the feedback energy is out of phase with the input signal, അതായത് ഇതേ സർക്യൂട്ടിന് ആംപ്ലിഫയർ സർക്യൂട്ട് പ്രൊഡ്യൂസസ് 180 ഫേസ് ഡിഫറൻസ് ഇൻ ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഡസ് നോട്ട് ഇൻട്രൊഡ്യൂസ് എനി ഫേസ് ഷിഫ്റ്റ്. അപ്പോൾ എന്താണോ ഫീഡ്ബാക്കിൻ്റെ ഇൻപുട്ടിലുണ്ടായിരുന്നത് അത് തന്നെ ആയിരിക്കും ഔട്ട്പുട്ടിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് പറഞ്ഞ പോലെ 180 ഈ ഹമ്പും ഇത് കണ്ടില്ലേ,
പോസിറ്റീവ് സൈക്കിളും ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളും എന്തായി കമ്പൈൻ ചെയ്ത് അത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് പോലെ ഇൻപുട്ട് സിഗ്നലിന് അത് കുറക്കും. ഓക്കെ, as you can see, the amplifier introduces a phase shift to 180 degree into the circuit, while the feedback network is so designed that it introduces no phase shift. The result is that feedback voltage Vf is 180 degree out of phase with the input signal Vin, and it reduces the gain of the amplifier. Therefore, it can reduce the distortion, and it improves the stability of the gain and increase the bandwidth and improved input and output impedance. And this circuit is usually employed in the amplifier. Amplifier circuit il nammal negative feedback oscillator circuit il positive feedback. ഈ രണ്ട് പിക്ചറും ഈ പിക്ചറും ഓർത്തിരിക്കുക. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓസിലേറ്ററിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് 180 ഫേസ് ഡിഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന വേർ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഫേസ് ഷിഫ്റ്റ്. ഇത് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ ആംപ്ലിഫയർ ഓർത്തിരിക്കുക. എ ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന് ആസ് 2 പാർട്സ്, amplifier and feedback circuit. The feedback circuit usually consists of resistors and returns a fraction of output energy back to the input. ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ വിതൗട്ട് ഫീഡ്ബാക്ക് നമുക്ക് എടുക്കുമ്പോൾ 10 വോൾട്ടേജ് ആണ്. നമ്മൾ ഇൻപുട്ട് 1 മില്ലി വോൾട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ടിൽ 10 വോൾട്ടേജ് നമുക്ക് ഗെയിൻ ഉണ്ടെങ്കിൽ ഗെയിൻ ഈസ് 10,000, റൈറ്റ്. നമ്മൾ ഇനി ഫീഡ്ബാക്ക് സർക്യൂട്ടോട് കൊടുക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് സർക്യൂട്ട് നമ്മൾ ഫ്രാക്ഷൻ ഓഫ് ദി ഔട്ട്പുട്ട് ഈസ് കണക്റ്റഡ് ടു ദി ഫീഡ്ബാക്ക് സർക്യൂട്ട്. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ ഒരു 100 മില്ലി വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഔട്ട്പുട്ട് ഫീഡ്ബാക്കിന് കൊടുക്കുന്നുണ്ടെങ്കിൽ, then fraction of output voltage given to the input എന്ന് പറയുന്നത് കഴിഞ്ഞാൽ 100 മില്ലി വോൾട്ട് ബൈ 10 വോൾട്ടേജ്. അപ്പോൾ ഗെയിൻ ഓഫ് ദി ഫീഡ്ബാക്ക് സർക്യൂട്ട് 100 മില്ലി വോൾട്ട് ബൈ 10 വോൾട്ടേജ്. ഇപ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അത്രയേ ഉള്ളൂ കേട്ടോ. ഗെയിൻ ഓഫ് ദി ഫീഡ്ബാക്ക് ദാറ്റ് ഈസ് 0.01. അപ്പോൾ നമ്മളതിന് ഫ്രാക്ഷൻ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയും, ഫീഡ്ബാക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയും. the gain of the amplifier with negative feedback നമ്മൾ അതിനെ AVF എന്ന് വിളിക്കാം. അപ്പോൾ 10 വോൾട്ടേജ് ഔട്ട്പുട്ട്, ദെൻ ഇൻപുട്ട് സിഗ്നൽ 1 മില്ലി വോൾട്ട്, 100 മില്ലി വോൾട്ട് നമ്മൾ ഫീഡ്ബാക്കിൻ്റെ ഔട്ട്പുട്ട് രണ്ട് ചേർന്ന് 100 നോട്ട് 1 മില്ലി വോൾട്ടായി. അപ്പോൾ ദെൻ ഗെയിൻ ഈസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് 100.01 മില്ലി വോൾട്ട്. അപ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് നമുക്ക് ഗെയിൻ 100 ആയിട്ട് കുറയും. അപ്പോൾ ഗെയിൻ ഈ റെഡ്യൂസ്ഡ് ഫ്രം 10,000 to 100. ഓക്കെ, അപ്പോൾ ഗെയിൻ ഇപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വെൻ നെഗറ്റീവ് voltage feedback is applied, the gain of the amplifier is reduced. Then when negative feedback amplifier is employed, the voltage actually applied to the amplifier is extremely small. In a negative voltage feedback circuit, the feedback fraction MV is always between 0 and 1. Okay, the feedback fraction lies in between 0 and 1. Then the gain with feedback is sometimes called closed loop gain. നമ്മൾ ഇതിനെ closed loop gain എന്ന് പറയും. And the gain without feedback is called open loop gain. കാരണം നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോഴാണ് ലൂപ്പ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഫീഡ്ബാക്ക് ഇല്ലാത്തൊരു കേസിൽ നമ്മൾ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്നും ഈ ഫീഡ്ബാക്ക് കൊടുത്തത് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്നും പറയും. അതായത് AV ഓപ്പൺ ലൂപ്പ്, AVF ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ. നമുക്ക് ഗെയിൻ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഇത് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. essay ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. Now
So this is the feedback circuit. നമ്മൾ assume ചെയ്യാം feedback circuit. The EG is the signal voltage. Then E0 is the output voltage. RL is the load. Then feedback നമ്മൾ കൊടുക്കുമ്പോൾ ഫീഡ്ബാക്ക് സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് E0 ആണ്, ഫീഡ്ബാക്കിൻ്റെ ഔട്ട്പുട്ട് MV E0. Then after feedback the input is EG minus MV E0. Okay. അതാണ് സർക്യൂട്ട്. അത് ഓർത്തിരിക്കുക. അപ്പോൾ the actual input to the amplifier when we apply the feedback is EG minus MV E0. Therefore the gain, നമ്മൾ assume that the gain of the amplifier AV is output voltage by input voltage. അപ്പോൾ we can, from that we can write EG minus MV E0 AV equal to E0 എന്ന് എഴുതാം. അതായത് ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഗെയിൻ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇപ്പോൾ AV കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് ദെൻ E0 റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഈ ടേമിന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ E0 കോമൺ ആയി എടുത്താൽ E0 ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ചെയ്ത് നോക്കുക കേട്ടോ, പേപ്പർ എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അതിൽ E0 by EG ഈക്വൽ ടു AV ഡിവൈഡഡ് ബൈ 1 പ്ലസ് AV MV. E0 by EG എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അതാണ് വോൾട്ടേജ് ഗെയിൻ വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ദാറ്റ് ഈസ് AV ബൈ 1 പ്ലസ് AV MV എന്ന് കിട്ടും. അപ്പോൾ AV വോൾട്ടേജ് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? AV ഗെയിൻ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. When negative feedback is applied, the gain is reduced by a factor 1 plus AV MV. ഇത് ഓർത്തിരിക്കാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. And advantages of negative feedback amplifier: gain stability. നമ്മൾ കണ്ടു, gain reduced by a factor 1 plus AV MV. അപ്പോൾ വോൾട്ടേജ് വേരിയേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഗെയിൻ ഈസ് റെഡ്യൂസ്ഡ് ബൈ 1 പ്ലസ് AV MV. അപ്പോൾ 1 പ്ലസ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് AV MV ഈസ് മച്ച് ഹയർ, എന്ത് ചെയ്യും, അത് യൂണിറ്റിനേക്കാളും കൂടുതലായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ AV ബൈ AV MV, നമുക്ക് AV ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ MV നമുക്ക് കിട്ടും. AVF ഈസ് ഈക്വൽ ടു 1 ബൈ MV. This MV is the feedback fraction, that is independent of the any transistor parameters. It depends only in the feedback resistors. But therefore this is gain of the amplifier is extremely stable. Then reduces non-linear distortions. It also reduces the distortions. നമുക്ക് assume ചെയ്യാം DVF is the distortion feedback gain. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ this is the D with distortion without feedback എടുത്തു. Then again from that equation we can easily find that the distortion is reduced by a factor 1 plus AVMV. And it is also improves the frequency response. That is, the voltage gain of the amplifier is independent of the signal frequency. The result is that the voltage gain of the amplifier will be substantially constant over a wide range of signal frequency. കാരണം that is AVF is equal to 1 by MVN. Okay, there is no dependence on the transistor parameters. It's only the voltage gain depends only on the resistor, and also it increases the circuit stability. നമ്മൾ ഇതേ പറഞ്ഞ കാരണം തന്നെ അതിന്. Then increases input impedance and decreases output impedance. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നമ്മൾ ഈ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിന് Z ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയാം. ദെൻ ഇൻപുട്ട് ഇമ്പിഡൻസ്, ഇൻപുട്ടിലുള്ള റെസിസ്റ്റൻസ് AC റെസിസ്റ്റൻസ് എന്ന് പറയാം. അടുത്ത I1 current is flowing to the amplifier circuit. I out is coming out from the amplifier circuit. ഇത് സർക്യൂട്ട് തന്നെ. ഇത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം EG minus MV0 equal to I1 Z in. That is the input voltage. This is the input voltage and this is the input voltage. I1 into Z in.
Then we can write input voltage is equal to Eg minus MV0 plus MVE0. Okay, that means Eg equal to Eg നമുക്ക് എഴുതാം. അതിന് നമ്മൾ ഈ ടേമും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ Eg equal to E0. Then E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AV ഇൻറ്റു Eg മൈനസ് MVE0. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ കാര്യം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഈ 1 പ്ലസ് AV MVനെ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ Eg മൈനസ് MVE0 നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. I1 Z ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ Eg മൈനസ് I1 ഈക്വൽ ടു Z in 1 പ്ലസ് AV MV എന്ന് എഴുതാം. ഓക്കെ, Eg ബൈ I1 ഈക്വൽ ടു Z in ഇൻറ്റു 1 പ്ലസ് AV MV എന്ന് എഴുതാൻ പറ്റും. Eg ബൈ I1 നമുക്ക് വോൾട്ടേജ് ബൈ കറണ്ട്, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ്, ഇംപിഡൻസ്, Z in പ്രൈം എന്ന് എഴുതാം. അപ്പോൾ Z in പ്രൈം ഈക്വൽ ടു Z in into 1 plus AVMB. Input impedance increases by a factor 1 plus AVMB. Then by similar method we can find Z out prime is equal to Z out by 1 plus AVMB എന്ന് കണ്ടെത്താൻ പറ്റും. Then feedback circuit നമ്മൾ ഇതേ സർക്യൂട്ട് തന്നെ നമ്മൾ ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റെസിസ്റ്റർ ആണ്, വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റർ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ദ വോൾട്ടേജ് അക്രോസ് R1 ഈസ് ഗിവൺ ടു ദി ഇൻപുട്ട് ഓഫ് ദി ആംപ്ലിഫയർ. അപ്പോൾ വോൾട്ടേജ് അക്രോസ് R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 ഇൻറ്റു ഇതിൽ പാസ് ചെയ്യുന്ന കറണ്ട് I1 നമുക്കെടുക്കാം. R1 ഇൻറ്റു I1. I1 എന്ന് പറയുമ്പോൾ voltage E0 into okay, and the voltage across R1 we can find that is R1 R2 by R1 plus R2 into E0 by R2 എന്ന് എഴുതാം. അപ്പോൾ R2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ R1 by R1 plus R2 into E0 എന്ന് എഴുതാം. And the feedback fraction MV is voltage across R1 by the output voltage E0. Therefore we can cancel that E0. Then the voltage feedback fraction is R1 by R1 plus R2 എന്ന് എഴുതാം. Okay, that is the voltage feedback fraction is dependent only on the resistors R1 and R2, that is independent of the transistor parameters. Okay, thank you.